ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. ചരണമുഖരിതം സന്നിധാനം. രാവിലെ നട തുറന്നത് മുതൽ തന്നെ തീർത്ഥാടകരുടെ തിരക്കാണ്. ഇന്നും 70,000 പേർ ദർശനത്തിനായി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 70,000-ലധികം പേർ ദർശനം നടത്തിയിരുന്നു. ഗോകുൽ രമേശുണ്ട്. ഗോകുൽ, ഇന്ന് 70,000-ലധികം പേർ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിവരമുണ്ട്. അതിനൊക്കെ പുറമെ ഇന്ന് അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. തിരക്ക് കൂടുതലുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? എന്താണ് സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങൾ? സേതുലക്ഷ്മി, മണ്ഡല മകരവിളക്കിന്റെ 2ാം ദിവസ തീർത്ഥാടന കാലമാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ നട തുറന്നത് മുതൽ തന്നെ നല്ല തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. 3 മണിക്ക് നട തുറന്നു. അതിനുശേഷം ഇപ്പോൾ നെയ്യഭിഷേക ചടങ്ങുകളാണ് സന്നിധാനത്ത് പുരോഗമിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, തീർത്ഥാടകരുടെ വലിയ നിര ഈ സന്നിധാനത്ത് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. നിലവിൽ നടപ്പന്തലിലടക്കം ഇവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ആൾക്കാരെ കയറ്റിവിട്ട് തുടങ്ങിയിട്ടില്ല. നിലവിൽ സന്നിധാനം 18 പടിക്ക് മുകളിലുള്ള ആൾക്കാരെ മാത്രമാണ് നമുക്ക് കാണുന്നത്. അപ്പം നടപ്പന്തലിലൊക്കെ തന്നെ വലിയ ക്യൂ രാവിലെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ പകൽ സമയത്ത് കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതിനേക്കാൾ കൂടുതൽ തിരക്ക് ഉണ്ടായേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും 70,000 പേരാണ് ഇന്ന് ഓൺലൈനായിട്ട് ദർശനത്തിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ആദ്യ ദിവസമായിട്ട് 63,000-ഓളം ആളുകൾ ഓൺലൈനായി ബുക്ക് ചെയ്തതിൽ 63,000-ഓളം ആളുകൾ ദർശനം നടത്തി. അതല്ലാതെ ഏകദേശം 7,000-ലധികം ആളുകൾ സിവിൽ ദർശനം, കെട്ടില്ലാതെയുള്ള ദർശനമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദർശനം നടത്തി മടങ്ങി. അങ്ങനെ ആകെ 70,000-ലധികം ആളുകൾ ഇന്നലത്തെ ദിവസം ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ സമാനമായിട്ടുള്ള തിരക്ക് തന്നെയാണ്. നിലവിൽ മലയാളികളായിട്ടുള്ള തീർത്ഥാടകരുടെ എണ്ണം രാവിലെ തന്നെ അധികമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ പ്രത്യേകത. മറ്റ് സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു തുടങ്ങിയിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ മുതൽ തന്നെ അന്യസംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം കൂടി വർദ്ധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ദേവസ്വം അധികൃതർക്ക് ഉണ്ട്. എന്തായാലും എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്തും ഒപ്പം പമ്പ മുതൽ ഇങ്ങോട്ടുള്ള പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് മുഴുവൻ ആളുകൾക്കും വിരിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം, അതോടൊപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങൾ, പ്രസാദങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഇവിടെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുള്ളതായിട്ട് ദേവസ്വം അധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് അടക്കമുള്ള സേനകളുടെ കൃത്യമായിട്ടുള്ള വിന്യാസവും ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് തീർത്ഥാടകരുടെ ദർശനം നടത്തി തിരികെ സന്നിധാനത്ത് നിന്നും അവരെ മാറ്റുന്ന ക്രമീകരണങ്ങളുടെ പൂർണ്ണ ചുമതല പോലീസ് സേനയ്ക്കാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം 18ാം പടിയിലും കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ തീർത്ഥാടകരെ കയറ്റിവിടുന്നു. കൃത്യം എണ്ണമുണ്ട്. ഒരു മിനിറ്റിൽ ഏകദേശം 60ഓളം തീർത്ഥാടകരെ കയറ്റിവിടുകയാണ് എന്നുള്ളൊരു ക്രമീകരണമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുത്തിയിരിക്കുന്നത്. എങ്കിൽ മാത്രമേ പകൽ സമയങ്ങളിൽ അധിക തിരക്കിലേക്ക് അല്ലെങ്കിൽ സന്നിധാനത്ത് അധിക തിരക്കിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും നടത്തിയിരിക്കുന്നത്. അങ്ങനെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ തന്നെ ആദ്യത്തെ ദിവസം പൂർത്തിയായി. അതിനുശേഷം 2ാമത്തെ ദിവസം ആരംഭിച്ചപ്പോൾ തന്നെ പരാതികളില്ലാതെ തന്നെയാണ് തീർത്ഥാടനം ശബരിമലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഒപ്പം പമ്പയിലും സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. പമ്പയിൽ അധിക നേരം അല്ലെങ്കിൽ അധിക മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട വരുന്ന ഒരു സാഹചര്യം ഇന്നും അല്ലെങ്കിൽ ഇന്നലെയും ഒന്നും തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നില്ല. ഒപ്പം നടപ്പന്തൽ മുതൽ മാത്രമാണ് തീർത്ഥാടകർക്ക് ക്യൂ നിൽക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ മരക്കൂട്ടം മുതലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. മണിക്കൂറുകളോളം തീർത്ഥാടകർക്ക് അവിടെയൊക്കെ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശബരിമലയിൽ രാവിലെ നട തുറന്നത് മുതൽ തന്നെ തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.